ഇതേ അല്ല, അനധികൃത നിർമ്മാണം നടത്തിയിട്ടുള്ള ചർച്ച നടത്തേണ്ട ആവശ്യമില്ല. വേണോ? അങ്ങനെയാണെങ്കിൽ അതിന് മാത്രമേ സമയം കിട്ടുള്ളൂ. രാവിലെ കോടിക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കിയ നിരവധി കടമുറികൾ, ഒരു 100 കുറയാത്ത കടമുറികൾ ഒഴിഞ്ഞു കിടക്കും. ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കണമല്ല പോലെ നിങ്ങളെന്നെ അന്വേഷിച്ച് നോക്കണം. ഞാനായിട്ടത് പറയണം. എന്നെക്കാൾ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാം. കൂട്ടം മീൻ പച്ച വിൽക്കുന്നതിന് 500 രൂപ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഇന്നൊന്നര തുടങ്ങിയല്ല, 45 വർഷമായിട്ട്. 45 വർഷം മുമ്പ് ഒരു പക്ഷേ 500 ആയിരിക്കില്ല. ഈ സമയത്തൊക്കെ തന്നെ കരാറിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് അവിടെ പണപ്പിരിവ് നടക്കുന്നതായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ പൊളിച്ചു മാറ്റും. 1000 രൂപ 2000 രൂപ ഓരോ ദിവസത്തേക്ക്, ഒരു ദിവസത്തേക്ക് 1000 2000 3000 രൂപയ്ക്ക് പല ബിനാമികൾ പേരുകളിലും വാടകയ്ക്ക് കൊടുക്കുകയാണ്. കോവളം നിയോജകമണ്ഡലത്തിലെ ഹാർബർ വാർഡിലുള്ള മതിപ്പുറം ആ പ്രദേശത്ത് 1-2 ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലൈൻറ്റ് അടിസ്ഥാനത്തിൽ അവിടെ സന്ദർശനം നടത്തിയത്. അങ്ങനൊരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ വിളിച്ചത്. ഈ ഭരണസമിതി ചുമതലയിൽ വന്ന ആദ്യ നാളുകൾ മുതൽ തന്നെ ഞങ്ങൾക്ക് പലതരത്തിലുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ളതാണ്, ചിലതൊക്കെ തന്നെ എക്സാജറേറ്റഡ് വെർഷനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ രേഖകളും പരിശോധിച്ച് തന്നെയാണ് വളരെ കൃത്യമായ നിരീക്ഷണത്തോടെയാണ് ഓരോ ചുവടുമ്പോട്ട് പോകുന്നത്. സജീവമായി കാര്യങ്ങളിൽ ഇടപെട്ട് തുടങ്ങിയപ്പോഴാണ്, അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങളിലും കാര്യങ്ങളിലും സജീവമായിട്ട് ഇടപെട്ട് തുടങ്ങിയപ്പോഴാണ് തെരഞ്ഞെടുപ്പിൻ്റെ സമയമായത്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾക്ക് പരിമിതി ഉണ്ടായിരുന്നു. പിന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾ മാത്രമേ ഇടപെടാനുള്ള അവസരമുണ്ടായിരുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോഡ് ഓഫ് കോണ്ടക്റ്റൊക്കെ മാറിയതിന് ശേഷം ചില കാര്യങ്ങൾ അനധികൃതമായി നടത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇടപെടുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഹാർബർ വാർഡിൽ, കോവളം നിയോജകമണ്ഡലത്തിലെ ഹാർബർ വാർഡിലുള്ള മതിപ്പുറം ആ പ്രദേശത്ത് 1-2 ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലൈൻറ്റ് അടിസ്ഥാനത്തിൽ അവിടെ സന്ദർശനം നടത്തിയത്. വരുന്ന ആളുകൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ഞാൻ അന്നേരം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതല്ല ഇന്നത്തെ വിഷയമായതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. അതിനെ തുടർന്ന് കഴിഞ്ഞ ഒരുപാട് നാളായി ഞങ്ങളുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ കയ്യിലും ഡെപ്യൂട്ടി മേയറുടെയും സെക്രട്ടറിയുടെയും മേയറുടെ ഓഫീസിലുൾപ്പെടെ നിരവധി കംപ്ലയിൻറ്റുകൾ നമ്മുടെ മാർക്കറ്റുകളെക്കുറിച്ച് ലഭിക്കുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് ലഭിക്കുന്നത് പാളയം മാർക്കറ്റിനെക്കുറിച്ചാണ്. പാളയം മാർക്കറ്റിൽ നിങ്ങൾക്കൊക്കെ തന്നെ നമ്മളെപ്പോലെ തന്നെ അറിയാം, അവിടെ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നടക്കുകയായിരുന്നു. അതിൽ തന്നെ പോരായ്മകളുണ്ടെന്നുള്ള അഭിപ്രായമുണ്ട്. അതൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയുള്ള മാർക്കറ്റുകൾ ലേലത്തിന് പലരും എടുക്കാറുണ്ട്. തിരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾ പുതിയ മാർച്ച് 31 കാലാവധി കഴിഞ്ഞ പലതും 2 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരുന്നു. കാരണം കോഡ് ഓഫ് കോണ്ടാക്ട് നിലവിലുള്ളതുകൊണ്ട് ആ സമയത്ത് ലേലം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മെയ് മാസം 6-ാം തീയതി കോഡ് ഓഫ് കോണ്ടാക്ട് മാറിയിട്ട് ലേലം ചെയ്ത് പുതിയ ആൾക്കാർക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള സമയം. അപ്പോൾ ഈ മാസം അവസാനം വരെയാണ് നീട്ടിക്കൊടുത്തിരിക്കുന്നത്. ഈ സമയത്തൊക്കെ തന്നെ കരാറിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് അവിടെ പണപ്പിരിവ് നടക്കുന്നതായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. ഒരു കൂട്ടം മീൻ പച്ച വിൽക്കുന്നതിന് 500 രൂപ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഇന്നൊന്നര തുടങ്ങിയല്ല, 45 വർഷമായിട്ട്. 45 വർഷം മുമ്പ് ഒരു പക്ഷേ 500 ആയിരിക്കില്ല. ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം സെക്രട്ടറിയുടെ കൈവശം ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു കച്ചവടം നടത്തുന്ന വനിത വന്ന് പരാതിപ്പെട്ടു. സെക്രട്ടറി അപ്പം തന്നെ അന്വേഷിച്ചു. ഞങ്ങൾ ചർച്ച ചെയ്തു. അവരുടെ പരാതി വസ്തുതാപരമാണെന്ന് കണ്ടെത്തി. ഉടൻ തന്നെ അവിടെയുള്ള എല്ലാ പിരിവുകളും നിർത്തിവെക്കാൻ വേണ്ടി ഉത്തരവിട്ടു. അതിനുശേഷം ഇന്നലെ ഞങ്ങൾ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ പേരും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ സന്ദർശനം നടത്തിയിരുന്നു. ആ സന്ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ബോധ്യമായത്, നോട്ടീസ് കൊടുത്തതിന് ശേഷം പിന്നെയുള്ള എല്ലാ പിരിവും അവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിക്കും. ആ സമയം തന്നെ ശ്രദ്ധയിൽപ്പെട്ട ഒരുപാട് വസ്തുതകളുണ്ട്, അവിടെ തിരുത്തേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സ്മാർട്ട് സിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പല റൂമുകൾക്കും പല കടമുറികൾക്കും അവിടെ കച്ചവടം നടത്താൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അതിനൊന്നും തന്നെ എയർ ഹോളില്ല,
എയർ സർക്കുലേഷനുള്ള ഒരു സാധ്യതയുമില്ല. മുകളിലേക്ക് പോയിട്ട് ആൾക്കാർക്ക് സാധനം വാങ്ങാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കിയ നിരവധി കടമുറികൾ, ഒരു 100 കുറയാത്ത കടമുറികൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, കണ്ണായ സ്ഥലത്ത്, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണല്ലോ പാളയം കണ്ണിമേറ മാർക്കറ്റ്, ഏറ്റവും പാരമ്പര്യമുള്ളതാണ്. അവിടെ ഇത്രയും കോടി രൂപ മുടക്കി ഒരു കെട്ടിടം കെട്ടിയിട്ടിട്ട് ഇത്രയും വർഷമായിട്ടും ഒരു കട പോലും ആരും ഒരാവശ്യത്തിന് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ അശാസ്ത്രീയതയുണ്ട്. അതിനെ ചില കാര്യങ്ങൾ പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഉദ്യോഗസ്ഥരുമായിട്ട് ഇന്നലെ ചർച്ച നടത്തി, ഇനിയും വരും ദിവസങ്ങളിൽ ചർച്ച നടത്തും. അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട മറ്റു ചില കാര്യമാണ്, ഈ 3 നില കെട്ടിടത്തിലേക്ക് കയറി പോകാൻ വേണ്ടി വളരെ വീതിക്കുള്ള സ്റ്റെയർ കേസ് ഉണ്ട്. ഈ സ്റ്റെയർ കേസൊക്കെ കെട്ടിയതിന് ശേഷം ആ സ്റ്റെയർ കേസിൻ്റെ മുൻപിൽ ചിലർ അവരുടെ കയ്യൂക്കുണ്ട്. നിരവധി കാലങ്ങളായി അവിടെ വിലസുന്ന ചില പ്രാദേശിക സംഘങ്ങൾ അവരുടെ കയ്യൂക്കുകൊണ്ട് ഇവിടെയൊക്കെ തന്നെ അനധികൃത നിർമ്മാണം നടത്തി കൈയടക്കി വച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ തന്നെ നിയമവിരുദ്ധമായിട്ട് മാംസവില്പനയും അതോടൊപ്പം തന്നെ മറ്റ് ബിസിനസ്സുകളും നടക്കുകയാണ്. ഇതിൽ പലരും ഇങ്ങനെ കട കെട്ടിയിട്ടിട്ട് 1000 രൂപ 2000 രൂപ ഓരോ ദിവസത്തേക്കും, ഒരു ദിവസത്തേക്ക് 1000 2000 3000 രൂപയ്ക്ക് പല ബിനാമികൾ പേരുകളിലും വാടകയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വളരെ വലിയ ക്രമക്കേടാണ് നടക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വീണ്ടും ചേർന്ന ഭരണസമിതിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരൊക്കെ യോഗത്തിൽ അനധികൃതമായിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ആദ്യഘട്ട നടപടി ആരംഭിച്ചു. ഞായറാഴ്ച ആയിരുന്നിട്ടും ആ പ്രശ്നത്തിൻ്റെ ഗൗരവം മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ ഇന്ന് ഡ്യൂട്ടി നിശ്ചയിച്ച് ആദ്യഘട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കോർപ്പറേഷനിലെ ആവശ്യമായ ഉദ്യോഗസ്ഥരെയൊക്കെ ഞങ്ങൾ അതിന് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇനിയും ചെയ്യാനുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. നാളെ കൂടുതൽ രേഖകൾ, കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതായതുകൊണ്ട് പല ജീവനക്കാരുമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരിൽ നിന്നും രേഖകൾ വാങ്ങി പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അനധികൃത നിർമ്മാണമെന്ന് തോന്നിയ ബോധ്യമായ കെട്ടിടങ്ങളാണ് അല്ലെങ്കിൽ നിർമ്മാണങ്ങളാണ് ഇന്ന് പൊളിച്ചത്. വരും ദിവസങ്ങളിൽ ഈ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ പൊളിച്ചു മാറ്റും. ഇതിൽ മറ്റൊന്ന് പറയുവാനുള്ളത്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ വ്യാപകമായി പല സ്ഥലങ്ങളിലും അനധികൃത നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ കച്ചവടം പൊടിപൊടിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ളവരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ തന്നെ ആ വസ്തുക്കൾക്ക് നാശം വരാതെ അതിനെ പൊളിച്ചു മാറ്റണം. അങ്ങനെ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ മതിയായ രേഖകൾ സഹിതം മതിയായ ഘടകങ്ങൾ ഹാജരാക്കി ലൈസൻസ് നേടുക. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിയമപരമായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ലൈസൻസ് കിട്ടുന്നില്ലെങ്കിൽ ഭരണസമിതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഞങ്ങളതിലിടപെടും. അല്ലാതെ അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൊളിച്ചു മാറ്റണം. അങ്ങനെയുള്ള നിർമ്മാണങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. കോർപ്പറേഷന് ഒന്നും പൊളിച്ചു മാറ്റുവാനുള്ള ആഗ്രഹമില്ല. പക്ഷേ അത് തുടർന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള നടപടികളായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇക്കാര്യങ്ങളാണ് സൂചിപ്പിക്കാറുള്ളത്. നടപടികൾ ഇനിയും തുടരും. തൊഴിലാളികൾ പറയുന്നത് കോർപ്പറേഷൻ നിർമ്മിച്ച് നൽകിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് 3-ാം നിലയിലൊക്കെയാണ്, ഈ മത്സ്യ വിൽപ്പനയും പച്ചക്കറികളും ഒക്കെ. അപ്പൊ അത് ഈ വാങ്ങിക്കാൻ എത്തുന്നവർ മുകളിലേക്ക് എത്തുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ അത്തരത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലുള്ളത്. അപ്പൊ അതൊന്നും ശ്രദ്ധ അത് വന്നിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ വളരെ ഗൗരവമായ പ്രശ്നമാണ്. പക്ഷേ അന്ന് ചെയ്തവർ അങ്ങനെ ചെയ്തു പോയി. അന്ന് ചെയ്തവർ ശ്രദ്ധിക്കണമായിരുന്നു. 3-ാം നിലയിൽ ഒരു കടമുറി കെട്ടിയാൽ അവിടേക്ക് കച്ചവടം നടത്തുന്ന ആൾക്കാരും പോകാൻ സാധിക്കണം, കസ്റ്റമേഴ്സിനും പോകാൻ സാധിക്കണം. അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ലേ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഭരണസമിതി ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. അതിനെങ്ങനെ പരിഹരിക്കാം, അതിൻ്റെ ഭാഗമായിട്ടാണ് അതിന് തടസ്സം നിൽക്കുന്ന ആ സ്റ്റെയർ കേസിലേക്കുള്ള മുന്നിലുള്ള കടകൾ ഞങ്ങളിന്ന് പൊളിച്ചു മാറ്റിയത്. ഇനി അടുത്ത സ്റ്റെപ്പ് ആലോചിക്കും. അവിടെ ലിഫ്റ്റ് സംവിധാനം പ്രോപ്പർ അല്ലെന്നാണ് പറയുന്നത്. മാർക്കറ്റിൽ ഏത് തരത്തിൽ നമുക്കത് പ്രോപ്പറാക്കാൻ സാധിക്കും? അതിൽ നിർമ്മിച്ചു പോയില്ലേ? മുൻ ഭരണസമിതിയാണല്ലോ അത് ചെയ്തപ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു. നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പരമാവധി നമുക്ക് എങ്ങനെ സൗകര്യപ്രദമാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കും. ഞങ്ങൾ എക്സ്പെർട്ടുകളുമായിട്ട് ആലോചിക്കും, എഞ്ചിനീയർമാരുമായിട്ട് ആലോചിക്കും. അല്ല, അനധികൃത നിർമ്മാണം നടത്തിയിട്ടുള്ള ചർച്ച നടത്തേണ്ട ആവശ്യമില്ലല്ലോ. വേണോ? അങ്ങനെയാണെങ്കിൽ അതിന് മാത്രമേ സമയം കിട്ടുള്ളൂ, രാവിലെ തൊട്ട് വൈകുന്നേരം. അങ്ങനെ അഭിപ്രായമില്ല. മുഴുവൻ എന്നുള്ള വാക്കിലോട് അഭിപ്രായമില്ല. മാത്രമല്ല, മുൻപ് ഉണ്ടായിരുന്നവർ എല്ലാം തെറ്റുകളും ചെയ്തതെന്നും ഞങ്ങൾ പറയുന്നില്ല. എല്ലാ തെറ്റുകളും ചെയ്തു എന്നോ
എല്ലാം താങ്കൾ ചോദിച്ചാൽ അങ്ങനെയുള്ള അഭിപ്രായം ഞങ്ങൾക്ക് അങ്ങനെയല്ല. ചില കാര്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ അങ്ങനെയുണ്ട്. ആ കാര്യങ്ങളിലാണ് ഇപ്പം ഞങ്ങൾ ശ്രദ്ധിച്ച് ഇടപെടുന്നത്. ഇന്നലെ ചെന്ന് നോക്കിയപ്പോൾ നോട്ടീസ് കൊടുത്തതിന് ശേഷം ഇന്നലെ വരെ നടന്നിട്ടില്ല. ഇനി നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നിയമവിധേയമായിട്ട് കോർപ്പറേഷൻ പറയുന്ന അവിടെ നോട്ടീസ് ഒട്ടിക്കുന്ന പണമല്ലാതെ കൊടുക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാൻ പറ്റാതെ അവിടെ ബിസിനസ് നടത്താൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അവിടെ നിന്ന് നടന്നു വരാനുള്ള ദൂരമല്ലേ ഉള്ളൂ. ഞങ്ങളുടെ ഈ ഇരിക്കുന്ന ടീമിൽ ആരെങ്കിലും ഒരാൾ രാത്രി 12 മണിയുടെ കാണും. ആരെങ്കിലും ഈ ഇരിക്കുന്ന ഇവിടെ ഡയസിലിരിക്കുന്നതിൽ സെക്രട്ടറി കേട്ടത് 8-9 മണി വരെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഞാനൊരു 11-12 മണി വരെ ഇവിടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും കാണും. നേരിട്ട് വന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ സമയം ഇടപെടും. ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കണമല്ലോ അല്ലേ, നിങ്ങളെന്ന് അന്വേഷിച്ച് നോക്കണം. ഞാനായിട്ടത് പറയണം. എന്നെക്കാൾ പെട്ടെന്ന് നിങ്ങൾക്ക് വരാൻ കിട്ടും.